വെൽക്കം ബാക്ക് ടു ആൻമിയ ട്രാവൽ ടെക്. ഇന്നത്തെ എൻ്റെ യാത്ര കർണാടക ജില്ലയിലുള്ള ഗുണ്ടിൽപേട്ടയിലേക്കാണ്. ഇന്നത്തെ എൻ്റെ യാത്ര ഗുണ്ടിൽപേട്ട ബസ് സ്റ്റേഷനാണിത്. കേരള അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കർണാടകയിലെ ഗുണ്ടിൽപേട്ട ഇപ്പോൾ സൂര്യകാന്തി പൂക്കളുടെ വസന്തകാലമാണ്. കാഴ്ചയിൽ വിരുന്നൊരുക്കി ഏക്കർ കണക്കിന് കൃഷി സ്ഥലങ്ങളാണ് സൂര്യകാന്തി പൂപ്പാടങ്ങളായി മാറിയിരിക്കുന്നത്. അതോടനുബന്ധിച്ച് തന്നെ കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരെ നിരവധി സഞ്ചാരികളുടെ ഒഴുക്കാണ് ഇവിടെ. അങ്ങോട്ടേക്കാണ് ഇന്നത്തെ എൻ്റെ യാത്ര തന്നെ. ഗുണ്ടിൽപേട്ട എന്നത് കർണാടക സംസ്ഥാനത്തെ ചാമരാജനഗർ ജില്ലയുടെ ഒരു പട്ടണമാണ്. മൈസൂർ ഊട്ടി, മൈസൂർ കോഴിക്കോട് പാതയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഞാൻ ദേശീയപാതയിൽ നിന്നും ഇറങ്ങി കർണാടകയുടെ ഗുണ്ടിൽപേട്ടയുടെ ഗ്രാമങ്ങളിലേക്കൊന്ന് കടന്നു ചെല്ലുവാൻ ആഗ്രഹിച്ചു. കണ്ണെത്താ ദൂരത്ത് വരെ ഇങ്ങനെയുള്ള പൂപ്പാടങ്ങളാണ്. ഇവയെല്ലാം കൃഷിപ്പാടങ്ങളായി മാറിയിരിക്കുന്നു. ഒട്ടുമിക്ക ആളുകളും ദേശീയപാതത്തിൻ്റെ ഇരുവശങ്ങളുമുള്ള ഇങ്ങനെയുള്ള പൂപ്പാടങ്ങളെ കണ്ടുകൊണ്ടാണ് വാഹനം നിർത്തുന്നത്. എന്നാൽ എൻ്റെ യാത്ര ഒന്ന് വെറൈറ്റി ആക്കി കളയാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് എൻ്റെ സുഹൃത്തായിരിക്കുന്ന ഷനീഷ് എന്ന് പറയുന്ന വ്യക്തിയെയും കൂട്ടിക്കൊണ്ട് ഉള്ള ഗ്രാമങ്ങളിലുള്ള ഒരു യാത്ര ഞങ്ങൾ ആലോചിക്കുന്നത്. ഉൾപ്രദേശങ്ങളിലാരും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുവാൻ വരാറില്ല. കാരണം ഉള്ളിലേക്ക് പോകും തോറും പല ഭാഗങ്ങളായി പോകുന്ന പാത തിരിയുന്നുണ്ട്. എന്നിരുന്നാലും അത്യാവശ്യം കന്നഡ കൈകാര്യം ചെയ്യാൻ എനിക്ക് അറിയുന്നത് കൊണ്ട് തന്നെ എല്ലാ ധൈര്യവും സംഭരിച്ചുകൊണ്ട് ഞാൻ കർണാടകയുടെ ഗുണ്ടിൽപേട്ടയിലുള്ള ഗ്രാമങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ തീരുമാനിച്ചു. അധികം ആരും ഇവിടെ എത്താത്തത് കൊണ്ട് തന്നെ ഞങ്ങളുടെ യാത്ര പലർക്കും അവിടെയുള്ളവർക്ക് അത്ഭുതകരമായി തോന്നി. ഗ്രാമങ്ങളിൽ ഇരുവശവും കൃഷിപ്പാടങ്ങൾ തന്നെയാണ്. ഒരു വശത്താകട്ടെ ഇഞ്ചി, മഞ്ഞൾ, ചില ഭാഗങ്ങളിൽ പൂക്കൾ, ചില വശങ്ങളിലാകട്ടെ വെളുത്തുള്ളി, നിരവധി ചെറുതും വലുതുമായ കൃഷിപ്പാടങ്ങൾ. കണ്ണെത്താ ദൂരത്ത് അങ്ങ് അകലെ വരെ കൃഷിപ്പാടങ്ങൾ തന്നെയാണ് നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഗുണ്ടിൽപേട്ട എന്നത് കർണാടക സംസ്ഥാനത്തിലെ ചാമരാജനഗർ ജില്ലയിലെ ഒരു പട്ടണമാണ്. ബാംഗ്ലൂരിൽ നിന്നും 200 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പട്ടണമാണിത്. കൂടാതെ ബന്ദിപ്പൂർ ദേശീയ ഉദ്യാനത്തിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരുന്ന ഒരു ഇടവും കൂടിയാണ് ഇത്. ഇതാണ് ഉള്ളിലേക്ക് കയറും തോറും ഗ്രാമങ്ങളുടെ മനോഹരമായ കാഴ്ച. ചെറുതും വലുതുമായ നിരവധി വീടുകൾ, എല്ലാവരും കൃഷിക്കാർ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വികസനമോ കാര്യങ്ങളോ ഒന്നുമില്ല. ലളിതമായ ജീവിതം തന്നെയാണ് ഇവിടെ എല്ലാവരും നയിക്കുന്നത്. ഗുണ്ടിൽപേട്ടയിലെ പ്രധാന കാർഷിക വിളകളാണ് കടല, റാഗി, കരിമ്പ്, മഞ്ഞൾ, വാഴ, ഉള്ളി, അതുപോലെ തന്നെ ചെറിയ ഉള്ളി,
വെളുത്തുള്ളി എന്നിവയെല്ലാം. വരണ്ട കാലാവസ്ഥയാണ് ഇവിടെ. കേരളത്തിലേക്കുള്ള പച്ചക്കറി വരവിൻ്റെ ഒരു പ്രധാന പങ്കും ഗുഡിൽപേട്ടയിൽ നിന്നാണ്. എന്നാൽ ഇവിടെ മറ്റൊരു രസകരമായ ഒരു കാര്യം കൂടിയുണ്ട്. നദികളോ കനാലുകളോ ഈ പ്രദേശത്ത് കൂടി കടന്നു പോകുന്നില്ല. എൻ്റെ യാത്രയിൽ ആദ്യം മുതൽ അവസാനം വരെ ഞാൻ യാത്ര ചെയ്തപ്പോൾ എനിക്ക് തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നദികളോ കനാലുകളോ ഇല്ലാതെ തന്നെ ഇവർ നൂറുമേനി കൃഷി വിളയിക്കുന്നുണ്ട്. അവിടെ ഇവിടങ്ങളായി ചെറിയ ചെറിയ കുളങ്ങൾ മഴവെള്ള സംഭരണിയായി മാറ്റിയിരിക്കുന്നവർ. അതിൽ നിന്നാണ് ഈ കൃഷിപ്പാടങ്ങളിലേക്കുള്ള വെള്ളം പമ്പ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ കുഗ്രാമത്തിലേക്ക് ഞാൻ എത്തിയിരിക്കുകയാണ്. അധികമാരും എത്തിപ്പെടാത്ത ഒരു ഇടം തന്നെയാണ് ഇത്. ഒരു ഭാഗത്താകട്ടെ പൂ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് ഒരു വ്യക്തി ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നീടാണ് അതിമനോഹരമായ കാഴ്ച കണ്ടത്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സൂര്യകാന്തി പാടമാണിത്. മെയ് മാസത്തിലാണ് ഇവർ ഇവിടെ കൃഷി ഇറക്കുന്നത്. 3 മാസം കൊണ്ട് ഇവർ വിളവെടുക്കും. വിത്ത് വിതച്ച ശേഷം ഏകദേശം 3 മാസം വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഒരു 1.5 വിളവെടുപ്പ് തന്നെയാണിത്. ചെടി പൂവിടുന്ന സമയം വരെ ആവശ്യത്തിന് വെള്ളം കിട്ടിയാൽ നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടും. ഈ കാണുന്നത് ഏറ്റവും വലിയ പൂ തന്നെയാണ്. മഴയെ ആശ്രയിച്ച് കൃഷി ഇറക്കുന്നവർക്ക് പലപ്പോഴും മഴ കിട്ടാത്തതിനാൽ ചെടി കരിഞ്ഞു പോകുന്ന അനുഭവങ്ങളും ഇവിടെയുണ്ട്. ചെടിയിൽ പൂക്കൾ വിരിഞ്ഞതിന് ശേഷം മഴ ലഭിച്ചാൽ കൃഷിയെ അത് ബാധിക്കും. വിളവെടുപ്പിന് കാലതാമസം വരികയും സൂര്യകാന്തി ഉണങ്ങിക്കിട്ടാൻ വൈകുകയും ചെയ്യും. മാത്രമല്ല അടുത്ത കൃഷിക്കായി പാടങ്ങളെ ഒരുക്കുവാനും കഴിയാത്ത ഒരു സാഹചര്യവും ഇവിടെ വരാറുണ്ട്. എല്ലാം ഒരു കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്ന് പറയുന്നതാണ് ഇവിടുത്തെയും കൃഷിയുടെ ഏറ്റവും വലിയ പ്ലസും മൈനസുമായ പോയിൻ്റ്. അങ്ങനെ ഇരുവശങ്ങളിലുള്ള കാഴ്ചയും കണ്ടുകൊണ്ട് മുന്നോട്ടേക്ക് എൻ്റെ യാത്ര തുടർന്നു.
ഇതെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന സൂര്യകാന്തി പാടങ്ങളാണ്. ഇനി അല്പം മുന്നോട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഗോപാലസ്വാമി പെട്ട എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു അമ്പലമുണ്ടല്ലോ, അങ്ങോട്ടേക്കുള്ള പാതയാണിത്. എൻ്റെ വാഹനം പോയി ടാറിട്ട റോഡും കഴിഞ്ഞ് കോൺക്രീറ്റ് റോഡിലൂടെ പ്രവേശിക്കുകയാണ്. ഓരോ വീടിൻ്റെയും മുറ്റത്തിലൂടെയാണ് എൻ്റെ യാത്ര തന്നെ. ഇരുവശങ്ങളിലും നിരവധി ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് അടുത്ത് നിന്ന് നോക്കിയപ്പോഴാണ് വെളുത്തുള്ളി കൃഷി ചെയ്ത് അവർ അത് എടുത്തു കൊണ്ടുവന്ന് ചാക്കിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മെത്തേഡാണ് ഇവിടെ കാണുന്നത്. വാഹനം അല്പമൊന്ന് നിർത്തി വീഡിയോ പകർത്തണം എന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ കാലാവസ്ഥ അല്പം മോശം തന്നെയാണ്. ഓണക്കാലത്ത് മലയാളികളുടെ മുറ്റങ്ങളിൽ വർണ്ണജാലം തീർക്കുന്ന പൂക്കളുടെ വലിയ കൃഷിപ്പാടങ്ങളാണ് ഇവിടെ. മഴക്കാലം തുടങ്ങുന്നതോടെ ഇവിടങ്ങളിലെ പൂക്കളുടെ വരവ് അല്പം കുറയും. മഞ്ഞ നിറത്തിലുള്ള ചെണ്ടുമല്ലിയും വാടാമല്ലിയുമെല്ലാം ഓണത്തിന് പൂക്കളമിടാനാണല്ലോ ഏതു മലയാളിയും ആഗ്രഹിക്കുന്നത്. കൂടാതെ ഓറഞ്ച് നിറത്തിലുള്ള പൂക്കൾ പെയിൻറ് കമ്പനിക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നത് എന്നാണ് ഇവരുള്ള ആളുകൾ പറയുന്നത്. എണ്ണയുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് സൂര്യകാന്തി ഇവിടെ കൃഷി ചെയ്യുന്നത്. വലിയ മരങ്ങളോ ചെങ്കുത്തായ കയറ്റമോ ഒന്നും ഇല്ലാത്ത നീണ്ടു നിവർന്ന് കിടക്കുന്ന നിരന്ന കൃഷിപ്പാടങ്ങൾ തന്നെയാണ് ഇവിടെ. അങ്ങ് ദൂരെ കാണുന്ന ഒരു വലിയ മല നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതാണ് ഗോപാലസ്വാമി പെട്ട. ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിപ്പാടങ്ങളുടെ ഇടയിലൂടെയെല്ലാം വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം ആന ഇറങ്ങുന്ന ഒരു മേഖലയാണ്. എന്നിരുന്നാലും അത് വന്നു പോയതിൻ്റെ ചില ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ കാണുന്നുള്ളൂ. ആ മലകളിൽ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം ആനയെ കാണാം എന്ന് ഇവിടെയുള്ള ഒരു സുഹൃത്തു എന്നോട് പറഞ്ഞു. ആനയെ കണ്ടു കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യമെല്ലാം കട്ടപ്പുക ആകുമല്ലോ. എന്നിരുന്നാലും ധൈര്യം സംഭരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ടേക്ക് നീങ്ങുവാൻ തീരുമാനിച്ചു. ഈ കാണുന്നത് ചെണ്ടുമല്ലിയും അതുപോലെ തന്നെ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നത് വെളുത്തുള്ളി കൃഷിയുമാണ്. ഗുണ്ടൽപേട്ടയുടെ ഗ്രാമങ്ങളിലൂടെ ഒരു 12 കിലോമീറ്റർ റൈഡ് ഞാൻ ഇപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഒടുവിൽ നേരെ ഗോപാലസ്വാമി പേട്ടയ്ക്കോട് അടുത്തിരിക്കുന്നു. നിരവധി ടൂറിസ്റ്റ് വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങുമിങ്ങുമായി ചിലർ നടക്കുന്നു. ഇവിടെയുള്ള ഒരു 96% മലയാളികളാണ് സഞ്ചാരികളായിട്ട് ഇന്ന് വന്നിരിക്കുന്നത് തന്നെ. ഇതാണ് ഗോപാലസ്വാമി പേട്ടയുടെ പ്രവേശന കവാടം. ഇതിങ്ങനെ കിലോമീറ്ററോളം നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ക്യൂ ആണിത്. ഇതെല്ലാം മലയാളികൾ ആണ് എന്നുള്ളതാണ് വളരെ സന്തോഷകരമായ കാര്യം. ഇവിടെ എത്തി അല്പം ചായ കുടിച്ചിട്ടാകാം ഇനിയുള്ള യാത്ര എന്ന് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അതനുസരിച്ച് വാഹനം ഇവിടെ നിർത്തി ഒരു ചായയും കൂടാതെ ഒരു ചോളവും വാങ്ങി കഴിച്ചിട്ടുള്ള ഇനിയുള്ള യാത്ര ആരംഭിക്കണം.
ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷം പിന്നീടും ഗ്രാമങ്ങളിലുള്ളിലൂടെയുള്ള യാത്ര തുടർന്നു. എങ്ങ് തിരിഞ്ഞാലും നീണ്ടു നിവർന്ന് കിടക്കുന്ന ഇങ്ങനെയുള്ള മനോഹരമായ പാടങ്ങൾ തന്നെയാണ്. ഇങ്ങനെയുള്ള പാടങ്ങളിൽ ചിലർ 20 രൂപയും 30 രൂപയും പ്രവേശന ഫീസായി വാങ്ങാറുമുണ്ട്. ചില തോട്ടങ്ങളിൽ ഇങ്ങനെയുള്ള പൈസ വാങ്ങുന്ന ഏർപ്പാടൊന്നും ഇല്ല. എൻ്റെ യാത്രയിൽ ഏകദേശം ഇപ്പം തന്നെ ഒരു 30-ൽ പരം ഇങ്ങനെയുള്ള പൂന്തോട്ട പാടങ്ങൾ ഞാൻ കണ്ടിരുന്നു. എന്നാൽ ഇവിടെയൊന്നും പൈസ വാങ്ങുന്ന എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അങ്ങനെ കർണാടകയുടെ ഉൾഗ്രാമങ്ങളിലുള്ള മനോഹരമായ കാഴ്ചയും കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ യാത്ര മുന്നോട്ടേക്ക് നീക്കി. ഒരു നീണ്ട റൈഡ് തന്നെയായിരുന്നു ഇങ്ങോട്ട്. ഒരിക്കലെങ്കിലും നിങ്ങൾ കർണാടകയിലെ ഗുണ്ടിൽപേട്ടയിലുള്ള ഇങ്ങനെയുള്ള കുഗ്രാമങ്ങൾ ഒന്ന് സന്ദർശിക്കണം. ഇവിടെയുള്ള മനുഷ്യരുടെ ജീവിത രീതിയും അവരുടെ കൃഷിയും ഒന്നും നിങ്ങൾ പഠിക്കണം. നമ്മുടെ നാട്ടിൽ നൂറുമേനി കൃഷി വിളയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇന്നത് ഇല്ല. എന്നാൽ കർണാടകയിലെ ഇങ്ങനെയുള്ള മനുഷ്യർ പാടത്തും വയലിലും വരമ്പത്തുമെല്ലാം രാവും പകലുമില്ലാതെ കഷ്ടപ്പെട്ടു അധ്വാനിച്ചു അവർ നൂറുമേനി വിളയിക്കുന്നു. മനോഹരമായ കാഴ്ച കണ്ടുകൊണ്ടുള്ള യാത്ര മുന്നോട്ടേക്ക് നീക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വിശേഷവുമായി കണ്ടുമുട്ടാം. താങ്ക് യു.